Hello students, welcome to our class on methodology of economics. ഈ ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 2 ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് മോഡ്യൂൾ 1 കവർ ചെയ്തു. അപ്പോൾ ഈ മോഡ്യൂൾ 2ൽ നമ്മൾ പഠിക്കാനുള്ളത് മെത്തഡോളജി, കോൺസെപ്റ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ മെത്തഡോളജി എന്താണ്, അപ്പോൾ അതുപോലെ തന്നെ അതിൽ നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ ടൂൾസ് വെച്ചാണ് നമ്മൾ എക്കണോമിക്സ് സാധാരണ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫായിട്ട് നമ്മൾ ഈ മോഡ്യൂൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ നമുക്ക് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് എന്ന ടോപ്പിക്കിൽ നമ്മുടെ പേപ്പറിൽ നമ്മൾ ആദ്യം സെമ്മിലെ ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ സോഷ്യൽ സയൻസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്സിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ കാര്യമായിട്ട് നടത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഇക്കണോമിക്സിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇക്കണോമിക്സ് അതിൻ്റെ മെത്തഡോളജി എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ അതിൻ്റെ അകത്ത് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഏതൊക്കെ ടൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കതിനും ഇതിൻ്റെ കണ്ടൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് ബ്രീഫായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ്. ഇക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇക്കണോമിക്സ്. നമുക്ക് പലപ്പോഴും കേട്ടാണ് സ്കോപ്പ് എന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എക്കണോമിക്സിൽ പരാമർശിക്കുന്നത്, അതിലുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഏരിയാസൊക്കെ ഏതൊക്കെയാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ലൈക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് ലോ ആൻഡ് സോഷ്യോളജി. അപ്പം ഈ സോഷ്യൽ സയൻസ് ബ്രാഞ്ചസ് പോലെ ഇക്കണോമിക്സ് നമ്മളെങ്ങനെ പഠിക്കണം. ദെൻ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ്, ദി ടു വേർഷൻസ് ഓഫ് ഇക്കണോമിക്സ്, the methods, two methods, or two approaches to economics, positive and normative economics, പിന്നെ economic theory and economic laws, microeconomics and macroeconomics നമ്മൾ കേട്ടുള്ളതായിരിക്കും. റോൾ ഓഫ് അസംഷൻസ് ഇൻ ഇക്കണോമിക്സിലെ അസംഷൻസ് എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെത്തേഡ് ആൻഡ് മെത്തഡോളജി. സോ ഡിഫറൻസ് ബിറ്റ്വീൻ മെത്തേഡ് ആൻഡ് മെത്തഡോളജി, deductive and inductive methodology, then economic models. So these are the topics we should cover under module 2. ഓക്കെ, സോ നമുക്ക് തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എന്ന നിലയ്ക്ക് എന്താണ് അതിൻ്റെ അകത്ത് പരാമർശ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിൻ്റെ അകത്ത് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്. ദെൻ ഇക്കണോമിക്സ് as a social science discipline. Okay, so economics as a social science discipline നമ്മൾ കംപ്ലീറ്റ് അവിടെ എഴുതണം. ഓക്കെ, എക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ. ഓക്കെ, ദെൻ ഇങ്ങനെ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഇക്കണോമിക്സ് സിലബസിൽ അങ്ങനെ കൊടുത്തതുകൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ഇക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ. ദെൻ ഇക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് ഡീൽസ് വിത്ത് സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്. ഓക്കെ, ആൻഡ് അനലൈസസ് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ബ്രാഞ്ച് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് ഇക്കണോമിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇറ്റ് ഡീൽസ് വിത്ത് സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആൻഡ് അനലൈസസ് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം ബേസിക്കലി എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനെ പോലെ ഇക്കണോമിക്സും ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഏത് സൈഡിനെ കുറിച്ചായിരിക്കും നമുക്കറിയാം, ഇക്കണോമിക്സ് ആയിട്ടുള്ള ഇടപാടുകളിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പോൾ ബേസിക്കലി ഇക്കണോമിക്സ് പരമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ ഇടപെടും, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഇടപെടും, ഒരു കമ്പനി എങ്ങനെ ഇടപെടും, ഒരു മാർക്കറ്റ് എങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുന്നത്. അങ്ങനെ അത് റിലേറ്റഡ് പല കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അതായത് ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിൻ്റെ ആ തലത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സോഷ്യൽ സയൻസ് ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ, ആസ് ലൈക്ക് എനി അതർ സോഷ്യൽ സയൻസ് ബ്രാഞ്ചസ്, ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. our first point we should study about economics. Then following features of economics prove the social science nature of the subject. നമ്മൾ പറഞ്ഞല്ലോ ഇത് സോഷ്യൽ സയൻസ് നേച്ചർ ഉണ്ട്, എത്രമാത്രം സോഷ്യൽ സയൻസ് ആണ് ഈ നമ്മുടെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ സയൻസസ് ആണെന്ന് നമ്മൾ പരാമർശിക്കുമ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ സബ്സ്റ്റാൻഷ്യേറ്റ് ഇക്കണോമിക്സ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടാണ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് കൺസ്യൂമർ
ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ എന്താണ്? കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട് +2 ഏതാണ്? യൂട്ടിലിറ്റി തിയറി, ശരിയല്ലേ? യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഡിഫറൻസ് കർവ് അതുപോലെ വേറൊരു അപ്രോച്ചാണ്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പരാമർശിക്കുന്ന പല തിയറികളും കോൺസെപ്റ്റ്സും അതുപോലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പല ഇഷ്യൂസും എക്കണോമിക്സ് കവർ ചെയ്യുന്നുണ്ട്. സോ അടിസ്ഥാനപരമായി എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് വാട്ട് ഹ്യൂമൻ ബിഹേവിയർ. ദെൻ ഇക്കണോമിക്സ് ട്രീറ്റ്സ് ഇൻഡിവിജ്വൽ ആസ് റാഷണൽ എലിമെൻറ്റ്സ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സോഷ്യൽ, നമുക്കറിയാം ഏത് തിയറി നമ്മൾ എക്കണോമിക്സ് എടുത്താലും അത് ഒരുപക്ഷെ മൈക്രോ എക്കണോമിക് തിയറി ആയിരിക്കും. തിയറി വിച്ച് ഡീൽസ് വിത്ത് വാട്ട് വി ക്യാൻ സേ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ദാറ്റ് യുനോ. ആൻഡ് മൈക്രോ എക്കണോമിക് തിയറി ആയിരിക്കും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും എല്ലാം, അല്ലെങ്കിൽ പോവർട്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിലെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യം, അതായത് ഇൻഡിവിജ്വൽ റാഷണൽസാണ്. കുറച്ച് കമ്മോഡിറ്റിയേക്കാളും കൂടുതൽ കമ്മോഡിറ്റി കിട്ടുന്നതാണ് ഇഷ്ടം, കുറച്ച് ശമ്പളത്തെക്കാളും കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ് ഇഷ്ടം. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സാധനം എന്താണെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ അത് അറിയാനുള്ള റാഷണാലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി ഇൻഡിവിജ്വൽ ഉണ്ട്. അതുകൊണ്ട് ഇൻഡിവിജ്വൽസ് ആർ റാഷണൽ ആനിമൽസ്. ഓക്കെ, ദി മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് ഈസ് ലാർജ്ലി ദ മെത്തഡോളജി ഓഫ് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്. സോ ദാറ്റ്സ് അനദർ ഫീച്ചർ. വെൻ യു ആർ സ്റ്റഡിങ് ഇക്കണോമിക്സ്, ഹൗ യു ആർ ടു സ്റ്റഡി? നമുക്ക് തന്നെ തോന്നുന്നു ഇക്കണോമിക്സ് നമ്മൾ എങ്ങനെ പഠിക്കേണ്ടത്? ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണെന്ന നിലയ്ക്കാണോ നമ്മൾ പഠിക്കേണ്ടത്, അതല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റ് എന്ന നിലയ്ക്കാണോ നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് സയൻസ് സബ്ജക്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് പഠിക്കുന്നതിന് പരിമിതിയുണ്ട്. അതായത് നമ്മൾ ഫിസിക്കൽ സയൻസ് പോലെ ലാബൊക്കെ വെച്ചിട്ട് നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ ഭയങ്കര പാടാണ്. കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തെ നമുക്ക് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ലൈക്ക് എനി അതർ സബ്ജക്റ്റ് യുനോ, it's a social science, rather it's economics studies about human behavior. So the methodology of economics, the way in which you study economics. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് ഇക്കണോമിക്സിൽ പരാമർശിക്കേണ്ട ടൂൾസ്, അതുപോലെ പഠിക്കേണ്ട രീതി, അതാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറഞ്ഞത്. മെത്തഡോളജി നമ്മൾ പിന്നീട് കാണാൻ ഏറ്റവും അവസാനം ഈ മോഡലിൻ്റെ ഏറ്റവും അവസാനം പഠിക്കുന്നത്. സോ മെത്തഡോളജി നമ്മൾ പഠിക്കേണ്ട രീതി എന്തിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ സയൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ലാർജ്ലി ദി മെത്തഡോളജി ഓർ ദി സയൻസ് ഓഫ് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്. സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ നമ്മൾ പഠിക്കേണ്ടത്. ദെൻ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് സബ്ജക്റ്റീവ് ആൻഡ് അൺസർട്ടൺ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ചോയ്സസ് ആൻഡ് ചോയ്സസ് ലൈക്ക് അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത്, നമ്മൾ ചോയ്സസ് എന്നുള്ള വാക്ക് നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ? ഇൻഡിവിജ്വൽ ചോയ്സസ് അല്ല, ചോയ്സ് ഏത് സെലക്ട് ചെയ്യണം. നമ്മൾ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും നമുക്ക് ചില ചോയ്സസ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരവസ്ഥ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അപ്പോൾ ചോയ്സിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ ഇക്കണോമിക്സിൽ ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി സബ്ജക്ട് വിച്ച് ഡീൽസ് വിത്ത് സെലക്ഷൻ ഓഫ് ചോയ്സസ് ഓർ സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ഡിഫറെൻറ്റ് ചോയ്സസ്. നമുക്ക് 10 കമ്മോഡിറ്റി മേടിക്കാനുണ്ട്, ആ പടം 500 രൂപയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും, 10 മേടിക്കാൻ പറ്റില്ല, ഒരെണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദർ കംസ് ദി പ്രോബ്ലം ഓഫ് ചോയ്സസ്. ഓക്കെ, നമ്മളൊരു ചോയ്സസ് നമ്മുടെ മുമ്പിലൊരു ചോയ്സ് ഉണ്ട്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡിവിജ്വൽ ചോയ്സിനെ കുറിച്ച് ആണ് ഇക്കണോമിക്സിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. ഇക്കണോമിക് സ്റ്റഡീസ് അനലൈസസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ടു ഡിഫറെൻറ്റ് സോഷ്യൽ സയൻസ് പ്രോബ്ലം ലൈക്ക് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി എക്സെട്ര. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി അങ്ങനെയുള്ള സോഷ്യൽ സയൻസ് നമുക്കറിയാമല്ലോ. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള പോവർട്ടി, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും വിശകലനം ചെയ്യുകയും സൊല്യൂഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന ജോലി ആർക്കുണ്ട്? ഇക്കണോമിക്സിൻ്റെ. ഇക്കണോമിക്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജോലി എന്നുള്ളതിനൊക്കെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണ്? നമുക്കിങ്ങനെ സോഷ്യൽ സയൻസ് പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അത് വേറൊരു സബ്ജക്റ്റുകാർക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്കും പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് അത്ര നന്നായിട്ട് പോലെ അവർക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്ന രീതി ഇക്കണോമിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസൊക്കെ വെച്ചിട്ട്, സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസൊക്കെ അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് പഠിക്കുമ്പോഴത്തേക്കും ഒരു പരിമിതികൾ വരും. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട്, പോവർട്ടി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ടൂൾസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പഠന രീതികൾ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ വേറൊരു സബ്ജക്റ്റിൻ്റെ പഠന രീതി പഠിച്ച് അവിടെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനത്തിന് നല്ല സൊല്യൂഷൻസ് കാണും, നല്ല ഒരു നല്ല കറക്റ്റ് ആയിട്ടുള്ള അനാലിസിസ് അല്ലായിരിക്കും സൊല്യൂഷൻസ് കാണില്ല. അതൊക്കെ ഇക്കണോമിക്സ് വെച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് എ സിഗ്നിഫിക്കൻസ് ഓർ നേച്ചർ ഓഫ് എക്കണോമിക്സ്. ആൻഡ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, എല്ലാ ഘടകങ്ങളും വെച്ച് ഉള്ളതുകൊണ്ട് ഇക്കണോമിക്സ് ക്യാൻ ബി അസസ്ഡ് ആസ് എ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെത്തുണ്ടെന്ന്. അത് ഈ സോഷ്യൽ സയൻസിന് ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഫുൾ സ്ക്രീൻ എടുത്തു, സോറി ഒരു സെക്കൻഡേ. ഓക്കെ, ഫുൾ സ്ക്രീനില്ല, റീഡ് മോഡാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്നുകൂടെ ഞാനത് എടുക്കാം.
ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇക്കണോമിക്സ് ക്യാൻ ബി അസസ്ഡ് ആസ് എ സോഷ്യൽ സയൻസ് സബ്ജക്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 1 2 3 4 5 കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഈ 5 കാര്യങ്ങൾ സപ്പോർട്ടോടെ നമുക്ക് പറയാൻ പറ്റും എക്കണോമിക്സ് ബേസിക്കലി എന്താണ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിനാണ്. ഇറ്റ് ഹാസ് ക്ലോസ് റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ലൈക്ക് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ആന്ത്രോപോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര. അതിനോടൊക്കെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വേറിട്ടങ്ങ് പ്രത്യേക സ്പെഷ്യലൈസേഷനോടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് തന്നെയാണ് എന്ത് ഇക്കണോമിക്സ്. ഓക്കെ, സോ പിടികിട്ടിയില്ല, വലിയ സിമ്പിളായിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമൊന്നും നമുക്ക് കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേക്കണം. പൊളിറ്റിക്കൽ സയൻസിലും ഇങ്ങനെ ഇക്കണോമിക്സുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യോളജി എക്കണോമിക്സും ഭയങ്കര ബന്ധമുണ്ട്. ഹിസ്റ്ററി ഓക്കെ, ഹിസ്റ്ററിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ദെൻ so that is all about the connection between, or what we can say, how we are establishing economics is a social science subject. Now we are coming to see what is the scope and subject matter of economics. എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ത്, അതിലെന്തൊക്കെ അത് എത്രമാത്രം വൈഡാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് സബ്ജക്റ്റ് മാറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾ ഇക്കണോമിക്സിലൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് മൈക്രോ എക്കണോമിക്സ് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ അപ്പോൾ വളരെ മാക്രോ എക്കണോമിക്സ് രണ്ടും നിങ്ങൾ കേട്ടാണ്, ശരിയല്ലേ. അപ്പോൾ ഇക്കണോമിക്സിൽ 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചിനെ കുറിച്ച് കേട്ടു. അതിനകത്ത് മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വലിനെ കുറിച്ചും ഫേമിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഇക്കോണമിയെ കുറിച്ച് മുഴുവനാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. മൈക്രോ എക്കണോമിക്സ് അഗ്രിഗേറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പോയിൻ്റ് ഇട്ട് പ്ലസ് ടുവിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ നൽകി. പക്ഷേ മൈക്രോ എക്കണോമിക്സ് മാത്രമാണ് എക്കണോമിക്സ് അല്ല. ദർ ആർ ലോട്ട് ഓഫ് അതർ ബ്രാഞ്ചസ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കാണുന്നത്. സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എത്രമാത്രം വലിപ്പം, അതിൻ്റെ ഒരു ഡയമെൻഷൻ, എത്ര സാധ്യതകളാണ് ഉള്ളത് എക്കണോമിക്സ്, എന്തൊക്കെ കവറേജാണ് കൊടുക്കുന്നത്. എക്കണോമിക്സ് ഈസ് ദ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസ്. നമുക്ക് കുറയ്ക്കാൻ പറ്റിയില്ല. എക്കണോമിക്സ് സോഷ്യൽ സയൻസിലെ ക്വീൻ സബ്ജക്റ്റാണ്, റാണിയാണ്. ഇപ്പോൾ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് അല്ലെന്ന് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. വേറെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ഉണ്ട്, അവർ പഠിക്കുമ്പോൾ അവരുടെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയും. പക്ഷെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ ബോർഡറിലിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ. ചിലപ്പോൾ തോന്നിയിട്ട് കാണില്ല. അതിന് മാത്സ് ഉണ്ട്, മാത്സ് എത്ര മാത്രം വേണമെങ്കിലും ഇടാം. കൊമേഴ്സിലേക്ക് അത്ര മാത്സ് എടുത്തില്ല, എക്കണോമിക്സ് മാത്സ് എത്ര വേണമെങ്കിലും ഇടാം. നമ്മുടെ സോഷ്യൽ സയൻസ് പ്രോബ്ലം പഠിക്കാൻ വേണ്ടി നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽസ് ഇടാം ഉള്ള. അപ്പോൾ അതങ്ങനെ വരുമ്പോഴത്തേക്കും അത് സയൻസാണ്, സോഷ്യൽ സയൻസാണ്, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ വരും. ശരിക്കും എക്കണോമിക്സിന് സയൻസിൻ്റെ കുറേ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറേ ടൂൾസ്, ഒത്തിരിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കുറേ ടൂൾസ് ഉപയോഗിക്കാൻ വരുമ്പോഴത്തേക്കും മറ്റ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനേക്കാളും വ്യത്യസ്തപരമായ ടൂൾസും അനാലിസിസുമാണ് എക്കണോമിക്സിലുള്ളത്. നമ്മൾ ഫ്രാങ്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് വേണം എക്കണോമിക്സ് പഠിക്കാൻ. അങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന പോലും പഠിക്കാം. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഭയങ്കര നല്ല ടൂൾസ് ഉപയോഗിച്ച് എക്കണോമിക്സ് പഠിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് അറിയാം, നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ വ്യത്യാസമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ എക്കണോമിക്സ് ഇസ് ദ ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസ്. ദാറ്റ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രഡക്ഷൻ. ഇറ്റ് സ്റ്റഡീസ് ആൻഡ് ഡിസ്ക്രൈബ്സ് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, ദാറ്റ്സ് വി ഓൾറെഡി ടോൾഡ്. എൻ്റർപ്രൈസ് വർക്കിംഗ് റിലേറ്റഡ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ്. എൻ്റർപ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ ഞാനിവിടെ അതിൻ്റെ അർത്ഥം എഴുതാം. സംരംഭം. അപ്പോൾ ഈ സംരംഭം എന്നൊക്കെ വാക്കേ ഒരു കുഞ്ഞു വാക്കാ, പക്ഷേ അർത്ഥം ഭയങ്കര. ഇക്കണോമിക്സിൻ്റെ മുഴുവൻ സംരംഭകത്വം. നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു കമ്പനി ഇടും എന്ന് പറഞ്ഞ് എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കാണുമായിരിക്കും. ഈ ക്ലാസ്സൊക്കെ കോളേജൊക്കെ കഴിഞ്ഞ് എന്നാ ചെയ്യണം. അപ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിസിനസ് തുടങ്ങും. നമ്മൾ ഏറ്റവും ലേമൻ ടെർമിനോളജി നമ്മളൊരു ബിസിനസ് തുടങ്ങും എന്നുള്ള വാക്ക് അങ്ങ് പറയുക. ശരിക്കും ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ ബിസിനസ്സിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും. നമ്മളോട് തന്നെ ചോദിക്കും, ആരും നമ്മളോട് ചോദിച്ചില്ലെങ്കിലും. അപ്പോൾ നമ്മൾ അതിനൊരു ടെക്നിക്കൽ വാക്കുണ്ട്. ഈ നമ്മുടെ ബിസിനസ് ക്വാളിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രൈസ് ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ടോ, ഒരു സംരംഭമായിട്ട് അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു പ്രത്യേക കഴിവാണ്. അതിന് നമ്മൾ എന്താ പറയുക, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്ന ആ കഴിവ് നമുക്ക് പോരാ. ഇവിടെ ഒരു വ്യത്യസ്തമായ കഴിവ് നമുക്ക് വേണം. അതിന് എൻ്റർപ്രൈസ് സംരംഭങ്ങളും അവരുടെ നടത്തിപ്പും അതിലെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇക്കണോമിക്സിലാണ് പഠിക്കുന്നത്. ഇക്കണോമിക്സിലാണ് പഠിക്കേണ്ടത്, വിദേശത്തെല്ലാം ഇക്കണോമിക്സിലാണ് പഠിക്കുന്നത്. നമ്മളിവിടെ കൊമേഴ്സിൽ കുറേ പഠിക്കുന്നുണ്ട്. കൊമേഴ്സ് വേറെ ബ്രാഞ്ച് ഓഫ് ആണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി എവരിവെയർ the topics now covered in India under commerce are studied under economics in all other countries, not in India. So all the commerce subjects are economic subjects themselves.
നമുക്കതിനെ കൊമേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. എൻ്റർപ്രൈസും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസും നമ്മൾ പഠിക്കേണ്ട ഇക്കണോമിക്സിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ്. ഓക്കെ, ഇന്ത്യ മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ. ഓക്കെ, ദെൻ സ്കോപ്പ് ഓഫ് ഇക്കണോമിക്സ് മീൻസ് ദ ഏരിയ കവേർഡ് ബൈ ഇക്കണോമിക്സ് ഫോർ ഇറ്റ് സ്റ്റഡി. ഓക്കെ, അപ്പം ഇക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഏരിയ കവർ ചെയ്യുന്നത്, എന്തൊക്കെ വളരെ ആഴത്തിൽ വൈഡായിട്ട് എത്രമാത്രം പോകുന്നുണ്ട്, അതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ഇക്കണോമിക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അമ്മ അവിടെ മിറ്റ് അടിക്കുന്നുണ്ട്, അതിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് വരുമായിരിക്കും, സാരമില്ല, ഡിസ്റ്റർബൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവില്ല, സാരമില്ല. ദെൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഏരിയ എത്രമാത്രം കവർ ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് സ്കോപ്പിൻ്റെ ഇത് പറയുക. ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് സെവറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. സെവറൽ ആസ്പെക്ട്സ്. കൺസംഷൻ ഈസ് വൺ ആസ്പെക്ട് അല്ലേ, കൺസംഷൻ. ദെൻ വർക്ക് ഈസ് അനദർ ആസ്പെക്ട്. വർക്കിനെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ ചെറുതായിട്ട് എംപ്ലോയ്മെൻറ്റ് ഈസ് അനദർ ആസ്പെക്ട്. സംടൈംസ് some of you may be going to make a business unit, there you will be investing. Investment is another dimension of economics, you know. So there are a lot of other aspects like, you know, trade, ശരി, enterprise development, നമ്മൾ മുമ്പേ കണ്ടതാണ് enterprise. So all these are aspects of human life, and these aspects are economic aspects. The aspects we are supposed to study, and that includes under the scope of economics. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ദി സബ്ജക്റ്റ് സ്റ്റഡീസ് അബൌട്ട് വാട്ട് സബ്ജക്റ്റ്? ഇക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് കൺസംഷൻ, വർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റ്സ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, എക്സ്ചേഞ്ച്, ട്രേഡ്, എക്സെട്ര. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ എന്തിനെക്കുറിച്ചാണ്? ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ഞാൻ ആദ്യം തൊട്ടാണ് കൺസംഷനെ കുറിച്ച് നമുക്കറിയാം. കൺസംഷൻ തിയറീസൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി തിയറിയൊക്കെ, കൺസംഷൻ തിയറി അല്ല ആക്ച്വലി കൺസ്യൂമേഴ്സ് തിയറി. വർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, യുനോ, ഗവൺമെൻറ് ഇക്കണോമിക്സ്, എക്സ്ചേഞ്ച്, ട്രേഡ്, എക്സെട്ര. Hence the scope of economics is very wide. Okay, there are many areas usually studied under economics. That includes microeconomics, macroeconomics, public finance, development economics, international economics, environmental economics, monetary economics, etc. Okay, one second, ഞാൻ ഒരല്പം സ്റ്റോപ്പ് അടിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ഇക്കണോമിക്സ് പഠിക്കുന്നത് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ്, മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പബ്ലിക് ഫിനാൻസ് നമ്മൾ കേട്ടിട്ടില്ല. ടാക്സ് പോലെയുള്ള സബ്ജക്റ്റ് അതിൻ്റെ പഠിക്കുന്നത്. ടാക്സ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഫിനാൻസിലാണ്. നമ്മൾ കേട്ടില്ലേ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് സാർ, അദ്ദേഹം ഒരു ഇക്കണോമിക്സ് പ്രൊഫസറായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് പഠിച്ച ഫിനാൻസ് മിനിസ്റ്റർ ആകാമല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുമല്ലേ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഭയങ്കര മിടുക്കനാണ്. അല്ലാതെയും ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആകും, അത് വേറെ കാര്യം. പക്ഷേ അത് കൂടുതൽ നല്ലത് ഒരു ഇക്കണോമിക്സുകാരനാകുന്നതാണ്. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ വികസനപരമായ ഇഷ്യൂസ്, ഇതെല്ലാം ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സിലാണ്. പിന്നെ അല്ലാതെ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ എന്നൊക്കെ ആയിരിക്കും ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലേ, അങ്ങനെ കാര്യങ്ങളാണല്ലോ. പിന്നെ ഡോളർ, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്, രൂപയുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അതൊക്കെയുള്ള കാര്യങ്ങൾ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഷ്യൂസ്, അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. പിന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, WTO, ഇതെല്ലാമാണ് നമ്മളവിടെ പഠിക്കുന്നത്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് പഠിക്കുന്നത്. പിന്നെ എൻവയറമെൻറ്റൽ എക്കണോമിക്സ് സ്ലോ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മളിപ്പോൾ ഒന്നും കൂടുതലായിട്ട് പഠിക്കേണ്ട, നിങ്ങൾ ഏറ്റവും അവസാനം 6th സെമ്മിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിക്കും കേട്ടോ. ദെൻ മോണിറ്ററി എക്കണോമിക്സ്, മണി സപ്ലൈ, ഡിമാൻഡ് ഫോർ മണി, എക്സെട്ര, ഓൾ സച്ച് സബ്ജക്റ്റ് വി ആർ സ്റ്റഡിങ് അണ്ടർ മോണിറ്ററി എക്കണോമിക്സ്. So these are the major branches of economics. Okay, we are not going in detail about what all issues we are covering under all such subjects. Okay, so let us put it in അനുസരിക്കുന്നില്ല. ഓക്കെ, read more detail. So these are the important branches of economics. Almost all of such branches you are going to study in your degree course or degree program. ഓക്കെ, ഡിഗ്രി കോഴ്സ് എന്നല്ല യൂണിവേഴ്സിറ്റി വിളിക്കുന്നത്, നമ്മുടെ ഡിഗ്രിയെ യൂണിവേഴ്സിറ്റി വിളിക്കുന്ന പേരാട്ടോ ഡിഗ്രി പ്രോഗ്രാം. ഓക്കെ, നിങ്ങൾ വിളിക്കുന്നതല്ല. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ the different dimensions of economic activities. Economic studies about different dimensions of economic activities. അപ്പോൾ ഈ ഡയമെൻഷൻസൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടാണ് പ്ലസ് 2 ലെവലിൽ. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് പല ഡയമെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഏരിയയാണ് കൺസംഷൻ. രാവിലെ കൺസംഷൻ, ഉച്ചയ്ക്ക് കൺസംഷൻ, അങ്ങനെയല്ലോ നമ്മളെന്തെല്ലാം സാധനങ്ങൾ മേടിക്കുന്നുണ്ട്.
നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഓൾ ദോസ് റിലേറ്റഡ് വിത്ത് കൺസംഷൻ. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം നല്ല ഐഡിയ ഉണ്ട്. യു ആർ എ കൺസ്യൂമർ. ഈവൻ ദ യു ഡസൻറ്റ് ഹാവ് ഇൻകം, യുവർ പേരൻസ് മേ ബി ഗിവിങ് ഇൻകം മണി ടു യു. പേരൻസ് മണി തരും. പേരൻസിൻ്റെ മണി എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകമാണ്. അവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ അവരുടെ വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കാണ് നമ്മൾ കളയുന്ന മണി ദൂർത്തടിച്ച് കഴിയുമ്പോൾ. ശരിയല്ലേ? ഞാൻ ഉദ്ദേശിക്കാൻ തുടങ്ങുന്നതല്ല കേട്ടോ. സോ ഐ എം ടെല്ലിങ് യു about the importance of money. When you are spending it, you should be very what we can say cautious. ദൂർത്തടിക്കാൻ നമ്മൾ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വർക്ക് ഇൻകമായിട്ട് മണിയായിട്ട് നമ്മളുകൊണ്ട് ചിലവഴിക്കുമ്പോൾ നമ്മളൊരു കൺസ്യൂമറായി മാറും. ശരിയല്ലേ? നമ്മൾ കൺസംഷനിലേക്ക് പോകുന്നു. കൺസംഷൻ, ഇക്കണോമിക് സ്റ്റഡീസ് അബൌട്ട് കൺസംഷൻ ആൻഡ് ദി ഫാക്ടേഴ്സ് കൺട്രോളിങ് ഇറ്റ്. അല്ലേ? നമ്മളൊരു കൺസംഷൻ, ഒരു സാധനം കൺസ്യൂം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്തെല്ലാം കാര്യങ്ങൾ ആ കൺസംഷൻ ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേടിക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ എന്താണ് പ്രൈസ്, അല്ലേ? പ്രൈസ്, പിന്നെ അതുപോലെ നമ്മുടെ ഇൻകം, അതുപോലെ തന്നെ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മുടെ കൺസംഷൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഓൾ സച്ച് ഇഷ്യൂസ് ആർ കവേർഡ് അണ്ടർ എക്കണോമിക്സ്, ഓർ വാട്ട് വി ക്യാൻ സേ ഓൾ സച്ച് ഇഷ്യൂസ് ആർ കൺസിഡർഡ് അണ്ടർ എക്കണോമിക്സ്. ഒരു സെക്കൻഡ്. Okay, now second, it is about the production. The economics, or subject economics deals about the production. Economics analysis, production and trends about the production. So production നടത്താൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ നിങ്ങൾ വേഗം കേട്ടോ. അടുത്ത മോഡ്യൂളിൽ തന്നെ, സോ അടുത്ത സെമിൽ തന്നെ പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ച് പറയും. എത്രമാത്രം ഇൻപുട്ട്, ലേബർ, ക്യാപിറ്റൽ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പഠിക്കും. പ്രൊഡക്ഷൻ പഠിക്കും. പ്രൊഡ്യൂസറുടെ എന്താണ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഓൾ സച്ച് ഇഷ്യൂസ് we cover under production or rather economic studies about the production. Then exchange of goods and services within the economy and among economies is studied by economics. It's studied under economics. നമ്മുടെ ഇക്കോണമിക്കകത്തുള്ള എക്സ്ചേഞ്ച്, ഗുഡ്സ് നമ്മൾ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഗുഡ്സ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗുഡ്സ് സെല് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈസ വെച്ച് വേറെ എന്തെങ്കിലും സർവീസ് മേടിക്കുന്നു. അങ്ങനെയുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് ഇക്കോണമിക്കകത്തുള്ള എക്സ്ചേഞ്ച്, നമ്മുടെ ഇക്കോണമി പുറത്തെ രാജ്യങ്ങളുമായിട്ടുള്ള എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് വിത്തിൻ ദി ഇക്കോണമി. നമ്മുടെ ഇക്കോണമിക്കകത്ത്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് എങ്ങനെയാണ് അസറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ഈക്വലാണോ ഇൻഈക്വലാണോ, എത്രമാത്രമാണ് ഇൻഈക്വാലിറ്റി ഉണ്ട്, അതൊക്കെ നമുക്ക് ഇക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിനകത്താണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ വെൽഫെയർ, അല്ലേ? വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഇക്കണോമിക്സിലുണ്ട്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മുടെ എല്ലാം ക്ഷേമം. അപ്പോൾ നമുക്ക് ക്ഷേമം നടത്താൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യും? ഒരു സെക്കൻഡേ, ഒരു ഫോൺ വന്നാൽ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് വെൽഫെയർ. നമ്മൾ വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞു. വെൽഫെയറിൻ്റെ ഡയമെൻഷൻസ് ഇക്കണോമിക്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കോവിഡിൻ്റെ കാലത്ത് എന്തെല്ലാം സഹായങ്ങൾ ആൾക്കാർക്ക് കൊടുത്തു. ഇൻകം കൊടുത്തു, ഇൻകം ട്രാൻസ്ഫർ കേട്ടോ, സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു, അല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് പെൻഷനൊക്കെ കൃത്യമായിട്ട് തന്നു, പെൻഷൻ കൂട്ടി, ആളുകളുടെ ഇൻകം പറഞ്ഞു, ആളുകൾക്ക് അങ്ങനെ അവർക്ക് സ്പെൻഡ് ചെയ്യണം, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് സാധിക്കാൻ പറ്റണം. സോ ദോസ് ഇഷ്യൂസ് ആർ റിലേറ്റഡ് വിത്ത് വെൽഫെയർ. And economic studies about welfare dimensions also. Okay, so government expenditure, the taxes of the government, all such areas are related with economics. Okay, അപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയാസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് കൺസംഷൻ, രണ്ട് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വെൽഫെയർ. There are other dimensions as well. We are not going to see such dimensions in detail. Okay, now ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചു കേട്ടോ. കെയ്നീഷ്യൻ ക്രോസ് എന്നുള്ളതാണ്. ഈ കെയ്നീഷ്യൻ ക്രോസ് നമുക്ക് കാണിക്കാൻ നിങ്ങൾ കേട്ടുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ട് കാണും. കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും അല്ലേ? സി പ്ലസ് ഐ പ്ലസ് ജി, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ +2 കെയ്നീഷ്യൻ ക്രോസിൽ? അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് കേട്ടോ. അപ്പോൾ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഇതാണ്, ഇത് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ലൈനാണ്. അപ്പോൾ ഇത് ഒരു സിംബോളിക്കായിട്ട് നമ്മൾ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഇതൊക്കെ എക്കണോമിക്സ് പഠിക്കുന്ന കാര്യങ്ങളാണ്, ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ളത്. ഓക്കെ, നൗ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്.
in the society. So what are the new human economics which we just saw? Work, welfare, consumption, production, productivity, exchange, investment, etc. studied under economics. It tells us how a man utilizes his ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്കെല്ലാം ലിമിറ്റഡ് റിസോഴ്സ് ആണല്ലോ, അൺലിമിറ്റഡ് വാൻസ് ആണല്ലോ. ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി കുറച്ച് പൈസ മാത്രമേ നമ്മളിലുള്ളൂ. ഓക്കെ, ആൻഡ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് അൺലിമിറ്റഡ് വാൻസ് ഹി മസ്റ്റ് സോ സ്പെൻഡ് ദ മണി ആൻഡ് ടൈം he has that he derives maximum satisfaction out of his limited resources. He has to spend, or he must spend his income or limited money so that his wants are the most important wants are satisfied. അങ്ങനെയാണല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണോ മേടിക്കേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങളല്ല നമ്മൾ മേടിക്കുള്ളൂ. ബാക്കി മേടിക്കാനുള്ള നമ്മളെല്ലാം മാറ്റി വയ്ക്കും, നമ്മുടെ പൈസ ഇല്ല. സോ അൺലിമിറ്റഡ് വാൻസ് ആൻഡ് ലിമിറ്റഡ് മണി ഓർ മീൻസ് ദിസ് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് പറയുന്നത് എന്താണ്? നമുക്ക് റോബിൻസന്റെ ഡെഫിനിഷൻ നമ്മൾ എക്കണോമിക്സ് ഭയങ്കര ഹീറ്റായിട്ട് പഠിക്കാറുണ്ട്. എന്താണ്? എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് അൺലിമിറ്റഡ് വാൻസ് ആൻഡ് ലിമിറ്റഡ് മീൻസ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക്സിൻ്റെ ഡയമെൻഷനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിമിറ്റഡ് മീൻസ് വെച്ച് അൺലിമിറ്റഡ് നീഡ്സ് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ a symbol diagram which is very popular one, and as well as you might have gone through this diagram in your +2 classes. And this is a diagram which shows about the equilibrium of the producer, a particular firm. This is the average revenue curve and marginal revenue curve or demand curve we can say, and he is selling his product at P1, and this is a marginal cost and this is average cost. The equilibrium happens at P, supposed to be here in this trijunction. Okay, so 1 2 3 trijunction. This is the equilibrium point P. Okay, where the consumer, the producer is equilibrium, and all producers are selling QE amount and charging P amount of P1 price. This is the industry supply curve, and the supply is provided by individual firm number 1, firm number 2, firm number 3, etc. firm number n. Suppose that there are n number of firms in the economy who are producing this particular product and selling this product at P1 price, and all the produced items together amounts to QE. Okay, QE means Q1, quantity produced by first firm, plus quantity produced by the second firm, etc. up to the quantity produced by the nth firm, and all those are equal to QE. QE is the industry output, but you should understand that whatever may be the level of output, the equilibrium clearing price is P1, applicable to the firm as well as applicable to all the firms or the industry. Okay, so that is the supply curve, and here is the demand curve. Both are equal at a point E. Suppose that there is a point again E. Okay, so this diagram tells about perfect competition, the equilibrium condition of the firm as well as the industry. So this is what we can say a production and marketing situation, supply and demand situation, that is explained under economics or using the tools of economics. Such issues are covered under economics also. Okay, that's നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. Now we are going to see what are the subject matter of economics. എക്കണോമിക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എക്കണോമിക്സ് ഡീൽസ് വിത്ത് ബിഹേവിയർ ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അവൻ്റെ പഠിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ പ്രോബ്ലംസ്, അവൻ നേടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈസ് റാഷണൽ ബിഹേവിയർ അല്ലേ? നമ്മളെല്ലാം റാഷണലായിരിക്കണം, യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, യുക്തിപരമായി പെരുമാറുന്ന ആൾക്കാർ. ദി ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് കൺസംഷൻ, issues related with the consumption, issues related with the production, issues related with the exchange, issues related with the equilibrium situation for the individual as a consumer. ശരിയല്ലേ? ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമൊക്കെ ആവുന്നുള്ളൂ. കുറച്ചിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ വി ബിക്കംസ് എ പ്രൊഡ്യൂസർ. ഓക്കെ, സോ ആൻഡ് ഇഫ് യു ആർ ഓണിങ് എ പർട്ടിക്കുലർ എൻ്റർപ്രൈസ് or a firm, you have to produce something and you become a producer. Equilibrium of the market and the national economic problems, etc. All such issues are covered under economics. Okay, ഇതൊക്കെ തന്നെ കാര്യങ്ങളാണ്. എന്താണ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, equilibrium situation when you are individual consumer, equilibrium situation when you are a producer, equilibrium of the market, and the national economic problem like
അൺഎംപ്ലോയ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത്, അല്ലേ? ഇന്ത്യയുടെ ഇക്കോണമി ഇച്ചിരി താഴോട്ട് വരിക. എല്ലാ ഇക്കോണമിയും അങ്ങനെ തന്നെ പോരുക. നമ്മൾ കൂടുതലായിട്ട് വന്നു കോവിഡ് കാരണം, അല്ലേ? കോവിഡ് കാരണം. അപ്പോൾ ഹെൻസ് ഇക്കണോമിക് സ്റ്റഡീസ് അബൌട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ആരുടെയൊക്കെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്? നമ്മൾ ഈ പറയുന്ന എല്ലാം ഒരു വ്യക്തിയുടെ മാത്രമാണോ? അല്ല. ഫേമിൻ്റെ ഉണ്ട്, ശരിയല്ലേ? ഈ മാർക്കറ്റിൻ്റെ ഉണ്ട്, അല്ലേ? ഉണ്ട്. ഓക്കെ. ദെൻ ഇക്കോണമിയുടെ ഉണ്ട്. നാഷണൽ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഇക്കോണമിയാണ്, വലിയൊരു പ്രസ്ഥാനം ഇക്കോണമി. അപ്പോൾ അങ്ങനെ ചെറു തൊട്ട് വലുത് വരെയുള്ള പലതരം ഇക്കണോമിക് യൂണിറ്റുകളുടെ വിഷയങ്ങൾ പരിഗണിക്കേണ്ട സബ്ജക്റ്റാണ് ഇക്കണോമിക്സ്. ഓക്കെ. സോ ഇക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ. ഫേംസ്. ഓക്കെ. പല ഇൻഡിവിജ്വലിനേക്കാൾ വലിയൊരു പ്രസ്ഥാനമാണല്ലോ ഫേം. പല ഫേംസ് കൂടുന്നതാണല്ലോ മാർക്കറ്റ്. എല്ലാ മാർക്കറ്റുകളും കൂടുന്നതാണല്ലോ ഒരു പർട്ടിക്കുലർ ഇക്കോണമി. സോ വി ക്യാൻ അപ്ഗ്രേഡ് ദി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഫ്രം ഇൻഡിവിജ്വൽസ് ടു ഫേംസ് ടു മാർക്കറ്റ്സ് ആൻഡ് ഇക്കോണമീസ്. ഏറ്റവും സാധനം ഗ്ലോബൽ ഇക്കോണമി മുഴുവനായിട്ട് വരും, അല്ലേ? ഗ്ലോബൽ ഇക്കോണമി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പല ഇക്കോണമികൾ കൂടുന്നതാണല്ലോ ഗ്ലോബൽ ഇക്കോണമി. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ആര് പഠിക്കുന്നുണ്ട്? ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. ഇക്കണോമിക്സ് ഇൻഡിവിജ്വലിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്? അല്ല. ഫേംസിനെ കുറിച്ച് മാത്രമാണ്? അല്ല. മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണോ? അല്ല. എല്ലാത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് എ പോപ്പുലർ curve or tool that is used in economics to study about the basic economic problem or the fundamental problems in economics. One is that is called the production possibility frontier or production possibility curve, which you already studied in your intermediate course. Okay. So നമുക്കറിയാലോ, നമുക്ക് പല സാധനങ്ങളും വേണമായിരിക്കും, പക്ഷെ നമുക്ക് കുറച്ച് വരുമാനമുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് സാധനം നമ്മൾ മേടിക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ കൺസ്യൂമർ നിൽക്കാം കേട്ടോ. ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു പ്രൊഡ്യൂസറുടെ മെനു ആണ്. എന്താണ് മെനു? നമ്മൾ ആദ്യമേ ഹോട്ടലിൽ ചിലപ്പോൾ മെനു നമുക്ക് തരില്ല. അപ്പോൾ ഇവിടെ അയാളെ സംബന്ധിച്ചുള്ള 1000 രൂപ ആണ്. 1000 രൂപയ്ക്ക് അയാൾ വേണമെങ്കിൽ മുഴുവനും ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യാം. അയാളൊരു പ്രൊഡ്യൂസറാണെങ്കിൽ ഗൺസ്, അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അയാൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഗൺസ് ആൻഡ് ബട്ടർ ആകാം. ഇതെല്ലാം ഓരോ പോയിൻറ്റും ഒരു കോമ്പിനേഷനാണ്, അല്ലേ? ഇവിടെ ഇത്രയും ഗണ്ണും ഇത്രയും ബട്ടറുമാണ്. ഗണ്ണ് കൂടുതലാണ്. ഇവിടെയോ ബട്ടർ ഇത്രയേ ഉണ്ട്, ഗണ്ണ് ഇത്രയേ ഉള്ളൂ, അല്ലേ? ഐഡിയലി വി ഷുഡ് പ്രൊഡ്യൂസ് അറ്റ് പോയിൻറ്റ് സി, സം പോയിൻറ്റ് ലൈക്ക് സി. ഹിയർ സപ്പോസ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് ബട്ടർ ആൻഡ് ദി എമൗണ്ട് ഓഫ് ഗൺസ് ആർ ഈക്വൽ. സോ വാട്ട് ഈസ് യുവർ പ്രിഫറൻസ് ആഫ്റ്റർ ഓൾ? Whether you would like to produce more butter or less guns, or whether you are interested in producing more gun or less butter, we can do it. Okay. So one issue is that when you are going to increase the production of butter, you can produce only less and less amount of what? Guns. So there is a trade-off. That is a word we should use. Trade-off between the amount of guns and the butter we can produce. We can produce more amount of butter only by sacrificing more quantities of what we can say gun. Okay. So there is a trade-off. This particular curve is called production possibility curve. Shows different combinations of two goods that can be produced by a given amount of resources. It says that when you are producing more and more quantities of a particular good, that is butter here, you have to reduce the production of what? Gun. Okay. So that is shown in this diagram, and there are different points B. Here more guns are produced, less butter is produced. Here almost the production of butter and guns are equal. Here we are producing more butter and less guns. In this point A, less amount of both guns and butter is produced, given that we are having 1000 rupees. അപ്പോൾ നമ്മളിവിടെ കുറച്ചും അതുകൊണ്ട് നമ്മളിവിടെ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് നമുക്ക് പോയിൻ്റ് എക്സിലുണ്ടല്ലോ, നമുക്ക് കൂടുതൽ ബട്ടറും കിട്ടും, കൂടുതൽ ബണ്ണും. ഇവിടെ നമുക്ക് കൂടുതൽ ബട്ടർ കിട്ടും, അതേ എമൗണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഗണ്ണാണല്ലോ. പക്ഷെ നമുക്ക് ഈ പോയിന്റ് കിട്ടുകയില്ല, കാരണം അതിന് നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്താണ്. അവിടെ നമുക്ക് 1000 രൂപ കൊണ്ട് മേടിക്കാൻ പറ്റില്ല. സോ വി നീഡ് നോട്ട് തിങ്ക് അബൌട്ട് ബോത്ത് ദീസ് പോയിന്റ്സ്. വി ഷുഡ് പ്രൊഡ്യൂസ് സംതിങ് ഇൻ എ പോയിന്റ് that lies somewhere in this production possibility curve. നമ്മൾ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പേര് കൊടുത്തിട്ടില്ല, എ ബി നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ. സോ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഗീവ്സ് യു എ മെനു that you can produce menu between the two goods that can produce using a particular quantity of the resources, volume of resources. 1000 രൂപ വെച്ച് നമുക്ക് എത്രമാത്രം പഠിക്കും. Similarly, economic studies about production, consumption, exchange of goods, services, international trade, domestic trade, money supply,
currency printing, development activities, etc. all studied under economics. These issues are studied under different branches of economics. These branches are microeconomics, macroeconomics, development economics, public economics, quantitative economics, international economics, monetary economics, environmental economics, financial market economics, business economics, etc. ഓക്കെ. സോ നമ്മൾ ഈ ഒത്തിരി ബ്രാഞ്ചസ് നമ്മൾ എല്ലാ എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് ചിലതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കും. ഓക്കെ. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. ഒരു ഡയഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. Please remember the scope and subject matter of economics, and similarly the different branches of economics, the nature of economics as a social science subject, etc. So all those subjects we study, topics we covered under this class. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നമ്മുടെ എന്താണ് പറയുക, ഇന്നോട്ട് കോളേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി കോളൊക്കെ വന്നുകൊണ്ട് ക്ലാസ് ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടോ. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ഞാനൊരു അസൈൻമെൻറ്റ് തരും. ആ അസൈൻമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി എവിടെ ഇടണം? ക്ലാസ് റൂമിൽ ഇടണം. ഓക്കെ. സോ താങ്ക്സ് ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.